Welcome to Winners Academy, All Kerala Distance Education. 6 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന NIOS SSLC +2 പല സ്ഥലങ്ങളിലും നമ്മൾ അതിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നാം ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാൻ പോകുന്നത് എന്താണ് 6 മാസം കൊണ്ട് അതല്ലെങ്കിൽ 8 മാസം കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന +2, എന്തൊക്കെ ഡോക്യുമെന്റ്സ് അതിന് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്, എന്തൊക്കെ ഫീകളാണ് അതിന് അത്യാവശ്യമായിട്ട് വരുന്നത്, എവിടെ അതിൻ്റെ എക്സാമിനേഷൻ സെന്ററുകൾ നമുക്ക് ലഭിക്കും, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് വാല്യൂ ഉള്ളതാണോ, ഇത് UGC അപ്രൂവ്ഡ് ആണോ, കേരളത്തിലെ നിലവിലെ കേരള ബോർഡിൽ എഴുതിയ +2 അത് ഈക്വൽ ആയിട്ട് നിൽക്കുമോ എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഒരിക്കൽ കൂടി വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി, ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, NIOS 6 month ഡ്യൂറേഷനിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന SSLC +2 ഈ ഒരു എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വിന്നേഴ്സ് അക്കാഡമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. എബൌട്ട് NIOS എന്നുള്ളൊരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് NIOSൻ്റെ ഡീറ്റെയിൽസുകൾ, അതിൻ്റെ എസ്റ്റാബ്ലിഷനും മറ്റു കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. CBSE അതുപോലെ ICSE പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്ന NIOS. ഈ NIOS പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MBBS അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. മെഡിക്കൽ എൻട്രൻസ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന +2 പാസ് ഔട്ട് ചെയ്താൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും, അതെല്ലാതും ഈ ഒരു NIOS കൊണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാല്യൂഡ് ആകുന്ന 5 സബ്ജക്റ്റുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. വാല്യൂ ഇല്ലാത്ത സബ്ജക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ലഭിക്കുന്നതല്ല. ഓക്കെ, NIOS പാസ് ഔട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കേരള സിലബസിലോട്ട് നോക്കുമ്പോൾ 50% വളരെ സിമ്പിളായ സിലബസ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ സിലബസ്. ഏതൊരു സ്റ്റുഡൻസിനും വളരെ സിമ്പിളായിട്ട് തന്നെ NIOS പാസ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒട്ടനേകം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ സൈറ്റ് വഴി അതിൻ്റെ ആൻസേഴ്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നീറ്റ് പോലത്തുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഈ ഒരു +2 കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ IASന് ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എല്ലാത്തിനും ഉള്ള ഒറ്റ ഒരു മറുപടി എന്ന് പറയുന്നത്, വാല്യൂഡ് ആകുന്ന നമ്മുടെ വിന്നേഴ്സ് അക്കാഡമി ഒക്കെ കൊടുക്കുന്ന 5 സബ്ജക്റ്റുകൾ, ആ സബ്ജക്റ്റുകളിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമതായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഏരിയയിൽ താഴെ നിങ്ങൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു +2 പഠിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലത്തെ ഡിഗ്രി കോഴ്സുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അക്കാഡമിക്സ് ലിസ്റ്റ് റെക്കഗ്നൈസ് ഓർ ഇക്വാലന്റ് കറസ്പോണ്ട്സ് പ്രൈവറ്റ് ഡിസ്റ്റൻസ് ഓഫ് ക്യാമ്പസ് ഓപ്പൺ എക്സ്റ്റേണൽ കോഴ്സ് ഓഫ് അതർ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇക്വാലൻസി ആൻഡ് മൈഗ്രേഷൻ സെക്ഷൻസ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ +2 എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിഗ്രി എഴുതാൻ പറ്റും എന്നുള്ളതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഇക്വാലൻസി നൽകുന്ന ലിസ്റ്റിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റെക്കഗ്നൈസ്ഡ് ഫോർ ഹയർ സ്റ്റഡീസ് ഓൺലി കാൻഡിഡേറ്റ് ഷുഡ് പാസ് കോഴ്സ് വിത്ത് എ മിനിമം ഓഫ് 5 സബ്ജക്റ്റ് ഓഫ് വിച്ച് 1 ഷുഡ് ബി ഇംഗ്ലീഷ്. ഒരു ഇംഗ്ലീഷ് ഉൾപ്പെട്ട 5 സബ്ജക്റ്റുകൾ മിനിമം പാസ് ഔട്ട് ചെയ്ത സ്റ്റുഡൻസിന് കൃത്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
ഈ ഒരു SSLC+2 കോഴ്സുകൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നാം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. SSLCയിലോട്ട് വരുമ്പോൾ വാല്യൂഡ് ആകുന്ന നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും മന്തും ഇയറും ഉൾപ്പെടുത്തിയിട്ടുള്ള ആധാർ കാർഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെച്ച് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ അക്കാഡമിക് വാട്സപ്പിലോട്ട് അയച്ച് നമ്മുടെ ഓൺലൈനായിട്ട് അഡ്മിഷൻസ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് പ്രിന്റഡ് മലയാളം ബുക്സ് നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് അയച്ചു തന്ന് ആ ഒരു പ്രിന്റഡ് മലയാളം ബുക്സും നാം നൽകുന്ന വിന്നേഴ്സ് അക്കാഡമിയുടെ ആപ്ലിക്കേഷൻസ് വഴി ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ് പ്ലസ് എല്ലാ മാസവും നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സോടുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള സിലബസിലെ +2 SSLC അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 50% സിമ്പിൾ ആയിട്ടുള്ള സിലബസ് പഠിച്ചിട്ട് നിങ്ങൾക്ക് +2 SSLC പാസ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. +2 വരുമ്പോൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് ആയിട്ട് വരുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, രണ്ടാമത് ആധാറിൻ്റെ ഒരു ഫോട്ടോ, മൂന്നാമതായി SSLC ബുക്ക് 10th സർട്ടിഫിക്കറ്റ്, അത് ഏത് ബോർഡിലാണ് നിങ്ങൾ പാസ് ഔട്ട് ചെയ്തെങ്കിലും ആ 10th സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, നാലാമതായി വരുന്നത് ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ കൂടെയാണ് അഡ്മിഷൻസിൻ്റെ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ട് വരുന്നത്. ഓൺലൈനായിട്ട് അഡ്മിഷൻസ് എടുത്ത് നിങ്ങൾക്ക് നമ്മുടെ വിന്നേഴ്സ് അക്കാഡമിയുടെ ആപ്ലിക്കേഷൻസ് വഴി പഠിച്ച് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് അയച്ചിരുന്ന പ്രിന്റഡ് മലയാളം ബുക്സും കൂടെ ഉൾപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ലൊക്കേഷൻ അടുത്തുള്ള എക്സാമിനേഷൻ സെൻറ്ററിൽ പോയി, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒട്ടനേകം എക്സാമിനേഷൻ സെൻറ്ററുകൾ അവൈലബിൾ ആണ്, അവിടെ പോയി നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതി പാസ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ വിന്നേഴ്സ് അക്കാഡമി വഴി സക്സസ്ഫുൾ സ്റ്റോറീസ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ ഒട്ടനേകം സ്റ്റുഡൻസ് നമ്മുടെ NOS SSLC+2 പാസ്സായി കഴിഞ്ഞ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. അവരുടെ ഫോട്ടോ, അതുപോലെ തന്നെ അവരുടെ പേരും അവരുടെ സ്ഥലവും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. അഡ്മിഷൻസ് എടുത്ത് പാസ് ഔട്ട് ചെയ്യുന്നത് വരെയുള്ള കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നിങ്ങൾക്ക് നാം നൽകുന്നതാണ്. അഡ്മിഷൻസ് എടുത്ത് ക്ലാസ്സുകൾ നൽകി നിങ്ങൾക്കുള്ള എക്സാമിനേഷൻ സെൻറ്ററുകൾ നമ്മൾ ചൂസ് ചെയ്ത് ആ ഒരു എക്സാമിനേഷൻ സെൻറ്ററിൽ നിങ്ങൾ പോയി എക്സാമിനേഷൻ എഴുതി നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വരെയുള്ള ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വിന്നേഴ്സ് അക്കാഡമി വഴി നൽകും എന്നുള്ളതാണ്. ധാരാളം സ്റ്റുഡൻസ് നമ്മുടെ വിന്നേഴ്സ് അക്കാഡമി ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അവരുടെ ലൊക്കേഷൻ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്ററിൽ പോയി വർഷത്തിൽ അതല്ലെങ്കിൽ 6 മന്തിൽ വരുന്ന 5 സബ്ജക്റ്റുകൾ മാത്രം എക്സാമിനേഷന് മാത്രം ആ ഒരു സെൻറ്ററിൽ പോയി എക്സാമിനേഷൻ എഴുതി പാസ് ഔട്ട് ചെയ്യാനുള്ള വിപുലമായ അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ വിന്നേഴ്സ് അക്കാഡമി ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തുറന്നു വച്ചിരിക്കുന്നത്. പുതിയ അഡ്മിഷൻസിന് താഴെ കാണുന്ന നമ്പറുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഫോർ കോൺടാക്ട് 8848272388. താങ്ക് യു.